എന്താ സാർ, അന്ന് ഞാൻ ഏൽപ്പിച്ച ഫയലുകൾ. ഏത് ഫയൽ? സിമന്റ് ഇടപാടിന്റെ. ഓ മിസ്റ്റർ ബൽറാം, ആസ് എ സർക്കിൾ ഇൻസ്പെക്ടർ യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി. മേലുദ്യോഗസ്ഥനായ എന്നെ അത് ഏൽപ്പിച്ചതോടുകൂടി നിങ്ങളുടെ ചുമതല തീർന്നു. സാർ, ചാക്കോച്ചന്റെ കൊലപാതകവുമായി ആ റിക്കാർഡ്സ്, ഫർദർ ആക്ഷൻസ്. വൈ ആർ യു സോ ഇൻക്വിസിറ്റീവ് മിസ്റ്റർ? ഞാൻ ആ ഫയൽ CBIക്ക് വിട്ടപ്പോയിരിക്കാണ്. മേലിൽ താനെ കുറിച്ച് അന്വേഷിക്കണ്ട. സാർ, അപ്പൊ CBIക്ക് സാറ് എന്താ എനിക്ക് സംശയം? നോ മോർ ക്വസ്റ്റ്യൻസ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു മേ പ്ലീസ് ഗോ. വാട്ട് യു വാണ്ട്? എക്സ്ക്യൂസ് us, മിസ്റ്റർ കുമാർ, വി ആർ ഫ്രം CBI. ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ. അതെ, സാറിന്റെ കയ്യിൽ ആ ഫയലുകൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ മുകളിലേക്ക് അയച്ചിരുന്നു. ഇത്രയും നാൾ സാർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന കരുതി ഞാൻ കാത്തിരുന്നു. ഇപ്പൊ ബോധ്യമായി സാറും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന്. മിസ്റ്റർ കുമാർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇനിയല്ലേ ഉപദ്രവിക്കല്ലേ സാറ്? എവിടാണ് നിന്റെ കൂട്ടുകാരൻ ചന്ദ്രാജി? ചന്ദ്രാജി അയ്യോ ഡൽഹിക്ക് പോയി. അയ്യോ എന്താണ് സാർ? റിലീസ് വിൻസെന്റ് ഇമ്മീഡിയറ്റ്ലി. ജാമ്യത്താണ് സാർ. ചോദിക്കാൻ അധികാരമില്ലല്ലോ, വിടാനല്ലേ ഓർഡർ. അവന്റെ അമ്മയുടെ ഒരു വയർലെസ് മെസ്സേജ്. അയ്യോ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാനല്ല, ജയ്ഷാമനോടല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണാൻ ഒക്കില്ല. എന്താ നീ പറഞ്ഞത്? മിസ്റ്റർ, എടിയെന്നൊന്നും വിളിച്ചേക്കരുത്. ഐ ഹാവ് ഹാഡ് ഇനഫ്. നിങ്ങളുടെ ആട്ടും തുപ്പും കുറെ സഹിച്ചില്ലേ? ഇനി അതിന് എന്നെ കിട്ടില്ല. നിന്റെ ഈ വിസ്താരം ഒന്നും എനിക്ക് കേൾക്കണ്ട. ജയ്ഷാമനോടെ എനിക്ക് എന്റെ മോനെ കാണണം. നിങ്ങളുടെ മകനോ? ഞാൻ ആ പോലീസ് ഇൻസ്പെക്ടറുടെ ഇഷ്ടക്കാരിയും വെപ്പാട്ടിയാണെന്നല്ലേ നിങ്ങൾ വിളിച്ച് പറയാറ്? ഇനി ഞാൻ നിഷേധിക്കുന്നില്ല. കല്യാണത്തിന് മുൻപും പിൻപും ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അന്തി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇല്ലെന്ന് തെളിയിക്കാമോ? ഇയാൾ വലിയ അഡ്വക്കേറ്റ് അല്ലേ, ക്രിമിനൽ ലോയർ അല്ലേ? വന്ന് വാദിക്ക്. അവിടെ ഞാൻ വിളിച്ചു പറയും എന്റെ മകന്റെ അച്ഛൻ ഈ വക്കീലല്ല, ആ പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന്. മോളെ ഉഷേ, എന്നെ അവമാനിച്ചാൽ നിന്നെ ഞാൻ... മനസ്സ് ശരീരവും മരവിച്ച എന്നെ ഇയാൾക്കിനി ഒന്നും ചെയ്യാൻ നോക്കില്ല. പോണം മിസ്റ്റർ. പോയാലും ഞാൻ തിരിച്ചു വരും. നീ കണ്ടോ ജയൻ? എന്താടി നീ പറഞ്ഞത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛ. എന്നിട്ടും ഏതെല്ലാം തരത്തിൽ അയാൾ എന്നെ ദ്രോഹിച്ചെന്ന് എന്റെ അച്ഛൻ അറിയില്ല. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം അയാളുടെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ അച്ഛ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത്. നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്നെ എന്തിന് കസ്റ്റഡിയിൽ? അറസ്റ്റ് വാറന്റാണ്, നോക്കണം. ഇന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോന്നു എന്ന് കേട്ടു. ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ. കൈയിലിടണം. ബാലു, എന്താ ഇത്? മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം. കൊലപാതകമടക്കം മറ്റു പല കേസുകൾക്കുമായി.